ഉയർന്ന സൂര്യൻ, പൂക്കള്, നെൽപ്പാടം, പുറകില് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മൗണ്ടൻസ്. ദേ എന്റെ കയ്യില് ഓലക്കൊട. മനസ്സിലായി കാണുമല്ലോ എവിടെയാന്ന്. അതെ, കേരളത്തിന്റെ ഏറ്റവും ഭംഗിയുള്ള ഒരു സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത്. നമ്മുടെ പാലക്കാട്, കൊല്ലങ്കോട്. പാലക്കാടിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാട് വിശേഷങ്ങളുണ്ട്. കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ജില്ല, കേരളത്തിലെ നെല്ലറ, കേരളത്തിലേക്ക് ഏറ്റവും കൂടുതൽ കൃഷി ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലം, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. പക്ഷെ അതിലേക്ക് ഉപരി ഈ ഫ്രെയിമിൽ വന്നത് 5 മിനിറ്റ് നിന്നാലുണ്ടല്ലോ നമ്മുടെ എല്ലാ ടെൻഷനും പോകും. പിന്നെ നമ്മൾ ഫ്രീ ആണ്. നിങ്ങളെല്ലാം പാലക്കാട് വരുവാണെങ്കിൽ രാവിലെ വന്ന് പാലക്കാടിന്റെ ആ ഒരു എന്താ പറയുക, ആ ഒരു സീനിക് ബ്യൂട്ടി തന്നെ എൻജോയ് ചെയ്യണം. ഇന്ന് നമ്മൾ പാലക്കാട് കാണാൻ പോകുന്ന കാര്യങ്ങൾ, എന്തെല്ലാം കാണണം, എവിടെയൊക്കെ പോകണം, എങ്ങനെയൊക്കെ പോകണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇന്നത്തെ വീഡിയോയിൽ കൂടെ നമ്മൾ കാണാൻ പോകുന്നുണ്ട്. നമ്മുടെ കുറെ കുഞ്ഞു കൂട്ടുകാരുടെ വാമപ്പ് സെക്ഷൻ ആട്ടോ നമ്മൾ പുറകെ കാണുന്നത്. ഹെൽത്തി പാലക്കാട്. രാവിലെ അവര് സ്വിമ്മിങ്ങിന് മുമ്പുള്ള വാമപ്പാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആക്ച്വലി ഇത് എല്ലാ സ്ഥലത്തും പിള്ളേർക്ക് വേണ്ടി ഇങ്ങനെ അറേഞ്ച് ചെയ്യേണ്ടതാണ്. കാരണം ഒരു ആരോഗ്യമുള്ള ജനതയ്ക്ക് മാത്രമേ നമുക്കൊരു പുതുതലമുറയെ നമുക്ക് നന്നായിട്ട് വരാൻ പറ്റുള്ളൂ. ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. എന്തായാലും അതിവിടെ പാലക്കാട് നടക്കുന്നുണ്ടെന്ന് ഉറപ്പായി. എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. നമ്മളെല്ലാവരും എല്ലാ സ്ഥലത്തും ഒരു ചെറിയൊരു സർക്കിളിലാണെങ്കിലും ഇത് പ്രചരിപ്പിക്കണം, ചെയ്യണം. ഞാനിപ്പോ നിൽക്കുന്നത് പാലക്കാടിന്റെ ഒരു ഐക്കോണിക് എന്ന് പറയാവുന്ന ഒരു സ്ഥലത്താണ് കേട്ടോ. അതേ മുതലമുട റെയിൽവേ സ്റ്റേഷനില് മലയാള സിനിമയിൽ ഒരു വലിയ പങ്ക് വഹിച്ചേക്കുന്ന റെയിൽവേ സ്റ്റേഷനില് വെട്ടം, പ്രേമം, ആടുജീവിതം തുടങ്ങിയ കുറേ സിനിമകളുടെ ലൊക്കേഷൻ ആയിട്ടുണ്ട്. വെട്ടത്തിൽ പറയുന്ന പോലെ ഒരു ട്രെയിൻ ഇപ്പൊ പോയി, ഇനി അടുത്ത ഒരു ചാണകവണ്ടി ഉള്ളെന്ന് പറഞ്ഞത് പോലെ തന്നെയാണ് ഇവിടുത്തെ ഒരു സ്ഥിതി എന്ന് പറയുന്നത്. രാവിലെ ഒരു ട്രെയിനും വൈകുന്നേരം ഒരു ട്രെയിനും ആണുള്ളത്. 2 ട്രാക്കുകളാണുള്ളത്. പ്രധാനമായിട്ടും പാലക്കാടിനെയും പൊള്ളാച്ചിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു റെയിൽവേ സ്റ്റേഷൻ കൂടിയാണ്. കൃഷികൾ ചെയ്യുന്നതും അതിന്റെ വിപണനം നടത്തുന്നതും എല്ലാം കേരളത്തിന്റെ നെല്ലറ എന്നുള്ള കാര്യമൊക്കെ ഞാൻ ആദ്യമേ പറഞ്ഞതാണ്. അപ്പൊ ഞാൻ ഇപ്പൊ നിൽക്കുന്നത് പെരിങ്ങാട്ടുശ്ശേരി കളത്തിലാണ്. ഇവിടുന്ന് കൃഷി ചെയ്ത നെല്ലൊക്കെ സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പെരിങ്ങാട്ടുശ്ശേരി കളം ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം ഇതിന്റെ അകത്തൊക്കെയാണ് സൂക്ഷിച്ചിട്ട് പിന്നെ ആവശ്യാനുസരണമാണ് ഇവര് വിപണന കാര്യങ്ങളൊക്കെ നടത്തുന്നത്. ഇത് ഭയങ്കര ഭംഗിയുള്ളൊരു സ്ഥലമാണ്. നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ കാണാം, പുറകിലെല്ലാം നല്ല പാടം, പുറകിൽ അതിന്റെ നമ്മുടെ ഒരു തെങ്ങും തോപ്പ്, അങ്ങനെ ഭയങ്കര മനോഹരമായ ഒരു എന്താ പറയുക, സീനിക് ബ്യൂട്ടി എന്നൊക്കെ പറയാവുന്ന ഒരു സ്ഥലം കേട്ടോ ഇത്. ഏറ്റവും അധികം മാങ്ങ കയറ്റുമതി ചെയ്യുന്ന സ്ഥലങ്ങളിൽ ഒന്നും കൂടെയാണ് കേട്ടോ പാലക്കാട്. ദേ നിങ്ങൾക്ക് നോക്കുമ്പോ കാണാം, നിറയെ മാങ്ങ കായ്ച്ചു നിൽക്കുവാണ്. നമ്മുടെ നാട്ടിലൊന്നും മാങ്ങ ഇങ്ങനെ കായ്ച്ചു നിൽക്കണം ഞാൻ കണ്ടിട്ടില്ല. എന്തായാലും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു എന്താ പറയുക, ഒരു വിഷ്വൽ തന്നെയാന്ന് വേണമെങ്കിൽ പറയാം. പാലക്കാട് ചുള്ളിയാർ ഡാമിന്റെ അടുത്താട്ടോ ഞാനിപ്പോ നിൽക്കുന്നത്. ചുള്ളിയാർ പുഴയുടെ നടുവിലൂടെയാണ് ഈ ഡാം പണിതിരിക്കുന്നത്. 1960-ലാണ് പണിതിരിക്കുന്നത്. പാലക്കാട്ടെ കൃഷി ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. പക്ഷെ ഇതിലൊക്കെ ഉപരി ചുള്ളിയാർ ഡാം ഫേമസ് ആകാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു ദൃശ്യഭംഗി തന്നെയാണ്. ചുള്ളിയാർ ഡാമും അതിന്റെ പച്ചപ്പും പിന്നെ അതിന്റെ പുറകിൽ കാണുന്ന നെല്ലിയാമ്പതി മലനിരകളും എല്ലാം കൂടെ കൂട്ടി ഫോട്ടോഗ്രാഫേഴ്സിന്റെ ഒക്കെ ഉണ്ടല്ലോ ഒരു ലൊക്കേഷൻ എന്ന് തന്നെ പറയാം. അത് അത്രയ്ക്ക് മനോഹരമായ ഒരു ദൃശ്യാനുഭവം തന്നെയാട്ടോ ഇവിടെ വന്നാൽ കിട്ടുന്നത്. ഞാൻ പാലക്കാട് വന്നിട്ടേ നിങ്ങൾ ഇപ്പൊ എന്തൊക്കെയാ കാണിച്ചു തരേണ്ടതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം പാലക്കാട് എവിടെ നോക്കിയാലും ഭംഗിയുള്ള സ്ഥലങ്ങൾ മാത്രമേ ഉള്ളൂ. നിങ്ങളിപ്പോ എന്റെ ചുറ്റും ഒന്ന് നോക്കിയേ, എന്തൊരു ഭംഗിയാ ഇതെന്ന്. ഇപ്പൊ ഞാൻ നിൽക്കുന്നത് ചിങ്ങഞ്ചിറ ശ്രീ കറുപ്പസ്വാമി ക്ഷേത്രത്തിലാണ്. ആക്ച്വലി ഇത് എന്ന് പറയുന്നത് പാലക്കാട് നിന്ന് ഒരു ഇച്ചിരി മാറിയിട്ടുള്ള ക്ഷേത്രമാണ്. പക്ഷെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, ഭയങ്കര സീനിക് ബ്യൂട്ടി എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഒരു സംഭവമായിട്ടാണ് വരുന്നത്. ഞങ്ങളിങ്ങ് പോരുന്ന വഴിക്കാണ് ഞങ്ങളൊരു മുരുകൻ ചേട്ടനെ കണ്ടത്. അപ്പൊ മുരുകൻ ചേട്ടൻ പറഞ്ഞു, ഇവിടെ വന്ന് മനസ്സ് ശുദ്ധിയായിട്ട് എന്താഗ്രഹിക്കുന്നോ അത് നടക്കുന്ന. ഞാനും ആഗ്രഹിക്കും കേട്ടോ, നമ്മുടെ യൂട്യൂബും ഫേസ്ബുക്കും ഒക്കെ അങ്ങ് ബില്ലിനൊക്കെ അടിക്കട്ടെ എന്ന്. എന്നാലും നിങ്ങൾ പാലക്കാടെന്ന് പറഞ്ഞ സ്ഥലം ഒരിക്കലും കേരളത്തിലുള്ള ഒരാളും മിസ് ചെയ്യരുതെന്ന് ഞാൻ പറയുവാണ്. കാരണം അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. ഞങ്ങളെ പാലക്കാട് വന്നിട്ട് നല്ല കള്ള് കുടിക്കാൻ പോവാണ്. അതെ, നെന്മേനി മാതൃക കള്ള് ഷാപ്പിലാണ്. പോയി നോക്കിയാലോ. കേരളത്തിലേക്ക് ഏറ്റവും കൂടുതൽ കള്ള് വരുന്നത് പാലക്കാടെന്നാണ് പറഞ്ഞത്. അപ്പൊ പാലക്കാടിലെ കള്ള് നമ്മൾ ഇന്നൊന്ന് പരീക്ഷിക്കാൻ പോവുക. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോലെയല്ല, നല്ല മധുരക്കള്ള്. പാലക്കാട് വന്നിട്ട് നിങ്ങൾ ഇനി ഒരു ടൂറിസ്റ്റ് സ്പോട്ട് കണ്ടില്ലെന്നുള്ള ഇതൊന്നും പറയണ്ട. ഞാൻ ഇപ്പൊ നിൽക്കുന്നത് പാലക്കാട് കോട്ട അഥവാ ടിപ്പുവിന്റെ കോട്ട എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. ഇത് 18-ാം നൂറ്റാണ്ടിൽ പണി കഴിച്ച ഒരു കോട്ടയാണ്. ടിപ്പുവിന്റെ ശക്തി പ്രകടനത്തിനും അതുപോലെ മലബാറിൽ നിന്നുള്ള കുടിയേറ്റത്തിനും ഉള്ള അതിന് എന്താ പറഞ്ഞ അത് തടയാനും ഒക്കെ ആയിട്ടാണ് ഈ കോട്ട ഇവിടെ നിർമ്മിച്ചത്. ഗ്രാനൈറ്റിലാൽ ഭിത്തികളാലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നതെന്നാണ് പറയുന്നത്. എന്തായാലും ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഇതൊരു ജയിലായിരുന്നു. ഇപ്പോഴും എനിക്ക് തോന്നിയിട്ട് ഒരുപാട് സ്കൂൾ കുട്ടികളെ കൊണ്ടുവന്ന് കാണിക്കുന്ന ഒരു കോട്ടയും കൂടിയാണ് നമ്മുടെ പാലക്കാടൻ കോട്ട. പാലക്കാട് ജില്ലയിലെ ഏറ്റവും മനോഹരമായ ഒരു സ്ഥലങ്ങളിൽ ഒന്നുമാണ് മലമ്പുഴ ഡാമും അതിന്റെ മുകളിൽ കൂടെ ഒന്ന് റോപ്പ് വേയും ആ ഗാർഡനും തുടങ്ങിയ എല്ലാ സംഭവങ്ങളും. ഞാൻ ഇപ്പൊ നിൽക്കുന്നത് പാലക്കാടിന്റെ കാവ എന്ന് പറഞ്ഞ മനോഹരമായിട്ടുള്ള ഗ്രാമത്തിലാട്ടോ. ഇത് ശരിക്കും വരുന്നത് മലമ്പുഴ ഡാമിന്റെ
അതിന്റെ ബാക്ക് വാട്ടേഴ്സ് റിസർവോയർ എന്നൊക്കെ പറയുന്ന സംഭവമുണ്ടല്ലോ, അതാണ്. എന്റെ പുറകെ കാണുന്ന മനോഹരമായ മലനിരകളും ഒരു ഈവനിങ് വൈബും വെള്ളവും എല്ലാം കൂടെ കൂടി ഭയങ്കര രസമാണ് കേട്ടോ. നിങ്ങൾക്ക് നഗരത്തിൽ നിന്നൊക്കെ മാറി, അതായത് പാലക്കാട് ടൗണിന്റെ സൈഡിൽ നിന്നൊക്കെ മാറിയിട്ട് ഭയങ്കര പീസ്ഫുൾ ആയിട്ട് എവിടെയെങ്കിലും വന്നിരിക്കണമെങ്കിൽ ഇവിടെ വന്നിരുന്നാൽ മതി. നല്ല കാറ്റാണ്, ഞാൻ പറഞ്ഞതല്ല, നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. എനിവേ, നമ്മുടെ പാലക്കാടിന്റെ വീഡിയോസ് ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുവാണ്. നമുക്കപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ ആൻഡ് സ്റ്റേ ബ്ലെസ്ഡ്.